വിഴിഞ്ഞം അടിമലത്തുറ ഭാഗത്തെ നൂറുകണക്കിന് കുടുംബങ്ങൾ വെള്ളത്തിൽ. അശാസ്ത്രീയമായ ഓട നിർമ്മാണമാണ് വെള്ളപ്പൊക്കത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അശാസ്ത്രീയമായ ഓട നിർമ്മാണമാണ് വിഴിഞ്ഞം അടിമലത്തുറയിലെ താമസക്കാരുടെ ജീവിതം ദുരിതത്തിലാക്കിയിരിക്കുന്നത്. വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമെന്ന നിലയിൽ 1 കോടിയോളം രൂപ ചെലവിട്ട് ഓട നിർമ്മിച്ചെങ്കിലും അശാസ്ത്രീയ നിർമ്മാണമാണെന്ന് നാട്ടുകാർ തുടക്കത്തിലെ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇത് ചെവിക്കൊള്ളാൻ അധികൃതർ തയ്യാറായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഓട നിർമ്മാണം പൂർത്തിയായെങ്കിലും വെള്ളക്കെട്ടിന് മാത്രം പരിഹാരമുണ്ടായില്ല. കനത്ത മഴയിൽ അടിമലത്തുറയിലെ 100ഓളം വീടുകളാണ് വെള്ളത്തിനടിയിലായത്. 1,24,00,000 രൂപ തീരദേശ വികസന അതോറിറ്റിയിൽ നിന്നും പഞ്ചായത്ത് വഴിയും കൂടെ ചേർന്ന് ഇവിടെ ഓട നിർമ്മാണത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ജനങ്ങളുമായി കൂടിയാലോചിക്കാതെയും അവരുടെ സ്വന്തമായ ഇഷ്ടത്തിലും നിർമ്മിച്ചതിൻ്റെ ഫലത്തിൽ അത് ഫലവത്താകാതെ ഇന്ന് ഈ 1 കോടി രൂപയും 1,24,00,000 രൂപ ഇന്ന് അനാഥത്തായി ഇവിടെ കെട്ടിക്കിടക്കുകയാണ്. ഇതിൻ്റെ ഭവിഷ്യത്താണ് ഇന്നും ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓട നിർമ്മാണത്തിനായി ചെലവഴിച്ച 1 കോടിയോളം രൂപ വെള്ളത്തിലായത് മാത്രം മിച്ചം. ചെറിയൊരു മഴ പെയ്താൽ പോലും രൂക്ഷമായ വെള്ളക്കെട്ടാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. വെള്ളക്കെട്ട് മൂലം 100ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. വിഴിഞ്ഞം ഫയർഫോഴ്സ് എത്തി വെള്ളം പമ്പ് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. ACV ന്യൂസ്, വിഴിഞ്ഞം.